ഒറ്റ മാസം കൊണ്ട് വി.ഡി. സതീശൻ സർക്കാരിൻ്റെ രണ്ടാമത്തെ വിക്കറ്റ് വീണു എന്നാണ് നമ്മൾ ആശ്വസിക്കുന്നതെങ്കിൽ ആശ്വസിക്കാൻ വരുന്നതിന് മുൻപ് ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വരുന്നത്. ആദ്യത്തെ വിക്കറ്റ് നമുക്കറിയാം, മന്ത്രി സണ്ണി ജോസഫിൻ്റെ അള്ളിയൻ ബന്ധു നിയമന വിവാദത്തിൽ രാജിവെക്കേണ്ടി വന്നു. എന്നാൽ രണ്ടാമത്തേത് സതീശൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ദേവസ്വം ബോർഡിൻ്റെ പ്ലീഡറായി നിയമിച്ച അഡ്വക്കേറ്റ് കെ.വി. പ്രദീപിൻ്റെ ഇന്നത്തെ രാജിയാണ്. പക്ഷേ രാജിവെച്ചെങ്കിലും ആ രാജി നമുക്ക് ആശ്വസിക്കാനുള്ള വക നൽകുന്നില്ല. എന്നാൽ ആശങ്ക ഏറെ ഉണ്ട് താനും. എന്താണെന്നല്ലേ നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാപനമാണ് ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻ എന്ന സ്ഥാപനം. അവരാണ് ദ്വാരപാലക ശില്പം, കൊടിമരം പോലുള്ള സ്വർണം പൂശുന്നതിനുള്ള കരാറ് ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അതേപോലെ തന്നെ ഗോവർദ്ധൻ്റെയും സഹായത്തോടെ ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റി എന്നതാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട വിഷയം. ആ പ്രതികളിൽ പ്രധാനിയായ പോറ്റിക്കും ഗോവർദ്ധനവും അതീവ സുരക്ഷയുള്ള കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെ എങ്ങനെ പോയി കാണാൻ കഴിഞ്ഞു, എന്തിന് കണ്ടു, ആരാണ് അവരെ അതിന് സഹായിച്ചത് എന്നൊക്കെ ഇനിയും വ്യക്തമാകേണ്ട കാര്യങ്ങളാണ്. എന്നാൽ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ഹാജരായ വക്കീലാണ് ഈ പ്രദീപ്, കെ.ബി. പ്രദീപ്. സ്മാർട്ട് ക്രിയേഷൻസിന് പ്രദീപ് എന്ന് പറയുന്നത് വെറും വക്കീൽ മാത്രമായിരുന്നില്ല. കോടതിക്ക് പുറത്തും സ്വന്തം സ്ഥാപനം എന്നുള്ള രീതിയിൽ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചയാളാണ് ഈ പ്രദീപ്. മുമ്പ് പ്രദീപ് മാതൃഭൂമിക്ക് കൊടുത്ത ഒരു ബൈറ്റ് കേട്ടാൽ അത് വ്യക്തമാകും. 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് പ്യുവർ കോപ്പർ കൊണ്ടുള്ള പാളികളാണ്, അല്ലെങ്കിൽ കവചങ്ങളാണ്, ദ്വാരപാലക കവചങ്ങളാണ്. കാരണം കമ്പനിയുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് മറ്റ് എന്തെങ്കിലും ലാക്കർ ചെയ്യുകയോ കോട്ട് ചെയ്യുകയോ ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾസും നമ്മൾ ഗോൾഡ് ഡെപ്പോസിറ്റ് പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്വീകരിക്കാറില്ല. അപ്പോൾ 2019 നമ്മളുടെ അവിടെ എത്തിച്ചിരിക്കുന്ന സാധനം ചെമ്പ് കൊണ്ടുണ്ടാക്കിയ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പുറത്തുള്ള പാളികളാണ്. നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന സാധനം എന്താണെന്ന് മാത്രമേ നമ്മൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ശബരിമലയിൽ നിന്ന് അഴിച്ചത് തന്നെയാണോ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ അത് ഒരു അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അത് തന്നെയാണോ എന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചോളം, എൻ്റെ കക്ഷിയായ സ്മാർട്ട് ക്രിയേഷൻസിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ അടുത്ത് എത്തിച്ചിരിക്കുന്നത് പ്യുവറായിട്ട് കോപ്പറിലുണ്ടാക്കിയ സാധനമാണ്. അതൊന്നും പ്ലേറ്റ് ചെയ്തിട്ടുള്ള സാധനമല്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിന്ന് സ്മാർട്ട് ക്രിയേഷൻസിനെ രക്ഷിക്കാൻ കോടതിക്ക് പുറത്തും അകത്തും പോരാടുന്ന ഒരാളെയാണ് ദേവസ്വം വകുപ്പിൽ ഗവൺമെൻറ് പ്ലീഡറായി UDF മന്ത്രിസഭ തീരുമാനിച്ചത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി മുരളീധരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അത് മുഖ്യമന്ത്രിയുടെ ഒരു ഡിസ്ക്രിഷണറി പവറിന് ഞാൻ വിട്ടുകൊടുത്തിരുന്നു. നേരത്തെ ക്യാബിനറ്റിലെടുത്തൊരു തീരുമാനത്തിന് ഒരു മന്ത്രി ഒരിക്കലും തള്ളി പറയാൻ പാടില്ല. ഞാൻ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തിരുന്നു നേരത്തെ. സ്വന്തം വകുപ്പിൽ പ്ലീഡറെ നിയമിക്കുന്നതിൽ ഇടപെടാൻ പറ്റുന്നില്ലെങ്കിൽ ആ വകുപ്പ് കൂടി സതീശന് കൊടുക്കുന്നതാണ് നല്ലത് എന്നേ പറയാനുള്ളൂ. കഷ്ടം. സതീശൻ ദേവസ്വം ബോർഡിൻ്റെ പ്ലീഡറായി കെ.വി. പ്രദീപിനെ നിയമിക്കാൻ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ സ്വന്തം ചങ്ക് ആണെന്നത് മാത്രമല്ല, ഈ പ്രദീപിൻ്റെ രാഷ്ട്രീയ നിലപാട് സംഘപരിവാർ അനുകൂലമാണ് എന്നതും കൂടിയാണ്. എല്ലാം പഠിച്ചു പറയുകയും ചെയ്യുകയും ചെയ്യുന്ന സതീശൻ ഇക്കാര്യത്തിൽ ആ ശുഷ്കാന്തി കാണിച്ചു കാണും. നരേന്ദ്രമോദിയെ അനുകൂലിച്ചും അതേസമയം രാഹുൽ ഗാന്ധിയെ നിശിതമായി വിമർശിച്ചും രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിൽ BJPൻ്റെ അധ്യക്ഷനായി വരുന്നതിനെ അനുകൂലിച്ചും അഭിനന്ദിച്ചും പോസ്റ്റിട്ട ആളാണ് ഈ കെ.ബി. പ്രദീപ് എന്ന് പറയുന്ന ആള്. അത്തരത്തിലുള്ള ഒരാളെ ദേവസ്വം ബോർഡിൻ്റെ സർക്കാർ പ്ലീഡറുടെ കസേരയിൽ സതീശൻ ഇരുത്താൻ വേണ്ടിയിട്ട് വാശി കാണിച്ച് എന്തിനായിരിക്കും? ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാനാണെന്ന് ആരെങ്കിലും കരുതിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. എന്നാൽ അന്ന് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് സതീശൻ എന്താ പറഞ്ഞതെന്നുള്ളത് നമ്മൾ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് പ്രധാനമായിട്ടും ഒരു കാര്യം KSRTCയിലെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയെക്കുറിച്ചാണ്. പിന്നെ മറ്റു ചില കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഒന്ന് ഓടിച്ചു പറഞ്ഞ് ചില പ്ലീഡർമാരെ നിയമിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. പക്ഷേ അവിടെ ബോധപൂർവം അത് ഈ കെ.ബി. പ്രദീപിനെയാണ് അത് ഈ പറയുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്ലീഡർ സ്ഥാനത്താണെന്നുള്ള ബോധപൂർവം മറച്ചു വെച്ചു. ആ സമയം കൊണ്ട് ഇന്നത്തെ സമയം വരെ അദ്ദേഹം കയറിയിരുന്നത് എവിടെയാണ്? ഗവൺമെൻറ് പ്ലീഡറുടെ കസേരയിൽ ദേവസ്വം വകുപ്പിന് കീഴിൽ. ഈ സമയം പോരെ അപ്പുറത്ത് എന്തൊക്കെ കാര്യങ്ങൾ അപ്പുറത്തേക്ക് എന്ന് വെച്ചാൽ സ്മാർട്ട് ക്രിയേഷൻസിന് ആവശ്യമായ ഇപ്പുറത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അയാൾക്ക് എടുത്ത് പോക്കറ്റിലാക്കാൻ, അവർക്ക് അനുകൂലമായി ഈ കേസിനെ കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഈ സമയം ധാരാളമാണ്. നന്നായി പഠിച്ച ഒരു വക്കീലിനെ, നല്ല മിടുക്കനായ ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം 1 മണിക്കൂർ സമയം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആവശ്യമായ രേഖകൾ മൊത്തം ചൂണ്ടാനാവും.
അവിടെയാണ് ദിവസങ്ങളോളം ആ കസേരയിൽ, ഗവൺമെൻറ് ലീഡറുടെ കസേരയിൽ ഇയാൾക്ക് അമർന്നിരിക്കാനുള്ള അവസരം വി ഡി സതീശൻ ഒരുക്കി കൊടുത്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ? അല്ല. വി ഡി സതീശൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ഫ്രോഡിനെ തിരിച്ചറിയാൻ ഇനിയും പച്ചപ്പട അസർഫുമാർക്കും ത്രിവർണ്ണ പൊട്ടന്മാർക്കും ആയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം എവിടുന്ന് തുടങ്ങുന്നു? തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിലൊക്കെ ഉടനീളം അദ്ദേഹം അത് കാണിച്ചു. അവസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരു ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്തേക്ക് പോകുന്നു, കൂടെ ഒരാൾ മാത്രം. ആ ചാർട്ടേഡ് വിമാനത്തിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, ജുമാഅത്ത് പള്ളിൻ്റെ ഉള്ളിൽ കൊതു കയറിയ പോലെ 2 പേര് മാത്രം. ഒന്ന് സതീശനാണെങ്കിൽ മറ്റൊന്ന് ഇതേ സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്ത ഒരു വ്യക്തി. ആരാണ് ചാർട്ടേഡ് വിമാനം ഏർപ്പാടാക്കി കൊടുത്തത്? അദാനി. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ്, അദാനിയുടെ ചാർട്ടേഡ് വിമാനത്തിലാണ് മംഗലാപുരത്തേക്ക് പോയത്. പോകുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് അറിഞ്ഞോ? കേരളത്തിലെ കോൺഗ്രസ് അറിഞ്ഞോ സതീഷിൻ്റെ യാത്ര? ഇല്ല. അവിടുത്തെ മംഗലാപുരത്തെ അല്ലെങ്കിൽ കർണാടകയിലെ കോൺഗ്രസ് അറിഞ്ഞോ? ഇല്ല. പകരം അദ്ദേഹം അവിടെ പോയി കണ്ടത് ആരെയാണ്? കോൺഗ്രസിൻ്റെ ബദ്ധശത്രുവായിട്ടുള്ള NDAയുടെ 2 നേതാക്കന്മാരെ, കൂടാതെ മറ്റൊരാളെ കൂടെ കണ്ടു. അത് ഈ അദാനിയുടെ പ്രതിനിധിയെ. അദാനി എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക വിഴിഞ്ഞം തുറമുഖമായിരിക്കും, അതിൻ്റെ ഉടമസ്ഥാവകാശമുള്ള അദാനി. ആ അദാനിയുടെ പ്രതിനിധിയെ കണ്ടതിൽ ഒരു അസ്വാഭാവികതയും നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ, പിന്നീട് ഈ റിസൾട്ട് വന്ന് വലിയ തർക്കത്തിനൊടുവിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു വകുപ്പ് കൂടിയുണ്ട്, ധനകാര്യ വകുപ്പ്. കൂടാതെ അത് ഈ തുറമുഖ വകുപ്പാണ്. ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാകുന്നുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ എപ്പോഴെങ്കിലും ചോദ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ചോ? ഇല്ല. ഒറ്റ ദിവസത്തെ മിന്നൽ വാർത്തകൾക്കപ്പുറം നമ്മൾ ആ വാർത്ത പിന്നെ ശ്രദ്ധിച്ചേയില്ല. ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചില്ല. അവസാനം 2-3 ദിവസം മുമ്പ് ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ സതീശൻ പറഞ്ഞ മറുപടി എന്താണ്? ഇതൊക്കെ വ്യക്തിപരമായ പേഴ്സണൽ കാര്യങ്ങളല്ലേ, നിങ്ങൾക്കറിയോ ഞാൻ അവിടെ പോയി കണ്ടത് ആരെയാണെന്ന്? ഞാൻ ആര്യാടൻ മുഹമ്മദിൻ്റെ അകന്ന ബന്ധുവിനെ കണ്ടു എന്നാ പറഞ്ഞത്. നോക്കണേ, അദാനി ആര്യാടൻ മുഹമ്മദിൻ്റെ അകന്ന ബന്ധുവിനെ കാണാൻ ചാർട്ടേഡ് വിമാനം ഒരുക്കിയിട്ട് മംഗലാപുരത്തേക്ക് സതീഷിനെയും സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്ത ഒരാളെയും കൂട്ടി പോകുക. എത്ര ശുഷ്കാന്തിയാണ്! ആര്യാടൻ്റെ അകന്ന ബന്ധുവിനെ സതീഷിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അദാനിക്ക്. എന്തൊരു കഷ്ടമാണ്! നമുക്ക് അവിടെ നിന്ന് അവസാനിച്ചോ? ഇയാൾ വിവാദങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യം ചെയ്ത പരിപാടി എന്താണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ്റെ ചുമതലയെ വഹിച്ചിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥനെ പിടിച്ച് സ്വന്തം ചീഫ് സെക്രട്ടറിയാക്കി. ആ IAS ഉദ്യോഗസ്ഥനെ ചീഫ് സെക്രട്ടറിയാക്കിയുമായി ബന്ധപ്പെട്ട് വിവാദമായപ്പോൾ ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞ മറുപടി എന്താ? ഇഷ്ടം പോലെ അങ്ങനെ പലരും ചെയ്യുന്നില്ല, അതിലെന്താ അത്ര വലിയ തെറ്റെന്ന് നോക്കണം. ഈ IAS ഉദ്യോഗസ്ഥൻ ആ സീറ്റിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സീറ്റിലിരിക്കുന്ന സമയത്താണ് വലിയ വിവാദമുണ്ടായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിനകത്ത് BJPയുടെ സീല് എങ്ങനെ വന്നു? അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നപ്പോൾ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അതൊരു അബദ്ധം പറ്റിയാണ്. ഒരു അബദ്ധം പറ്റണം എന്നുണ്ടെങ്കിൽ ആ ആഫീസിനകത്ത് BJPയുടെ സീല് വരണ്ടേ, മാറിക്കുത്തണം എന്നുണ്ടെങ്കിൽ ആ സീൽ എങ്ങനെ അവിടെ വന്നു? ഈ ചോദ്യത്തിനൊന്നും ഉത്തരമില്ല. അതിനുശേഷം നമ്മൾ കണ്ടത് നിരന്തരമായ ഈ RSS പ്രീണനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മന്ത്രിസഭ അധികാരമേറ്റ ഉടനെ ഈ അധികാരമേൽക്കുന്ന ആ ചടങ്ങിൽ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പോലും അംഗീകരിക്കാത്ത, പഴയകാല നേതാക്കന്മാർ പോലും അംഗീകരിക്കാത്ത വന്ദേ മാതരത്തിലെ ആദ്യത്തെ 2 സ്റ്റാൻസ് ഒഴിച്ചുള്ള ഭാഗങ്ങൾ മതേതര സമൂഹത്തിന് ചേർന്നതല്ല എന്ന് പറഞ്ഞ് അന്നേ ഒഴിവാക്കിയ അത് പൂർണ്ണമായിട്ടും RSSൻ്റെ തിട്ടൂരത്തിന് വഴങ്ങി പൂർണ്ണമായിട്ടും ചൊല്ലുന്നു. അതുവരെ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരും അതേപോലെ തന്നെ MLAമാരും നിമിഷ നേരങ്ങൾ കൊണ്ടത് മാറ്റിയിട്ട് അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ട് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നോക്കൂ, ഫാത്തിമ തഹലിയ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അവിടെ പോലും ഫാത്തിമ തഹലിയ സത്യപ്രതിജ്ഞ ചെയ്തത് അള്ളാഹുവിൻ്റെ നാമത്തിലാണെങ്കിൽ നിയമസഭയിലേക്ക് എത്തിയപ്പോൾ ദൈവനാമത്തിൽ. തൊപ്പി ഊരി വെച്ചിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ട് ദൈവനാമത്തിലേക്ക് മുസ്ലിം ലീഗുകാർ മാറിയത് വെറുതെ അങ്ങ് മാറിയതാണെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അതിനുശേഷം കോൺഗ്രസ്സുകാർ തന്നെ ആക്ഷേപം ഉന്നയിക്കുന്ന രീതിയിലേക്ക് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വരെ RSSകാർ കയറുന്ന അവസ്ഥയുണ്ടായി. അവസാനിച്ചവിടെ MG യൂണിവേഴ്സിറ്റി ആരുടെ പേരിൽ? മഹാത്മാഗാന്ധിയുടെ പേരിൽ. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്ന നാഥൂറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ആൾ പ്രവർത്തിച്ച സംഘടനയാണ് RSS. ആ RSSൻ്റെ രാഷ്ട്രീയ രൂപമാണ് BJP. അവിടെ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള, മഹാത്മാവിനെ കൊന്ന സംഘപരിവാറുകാരുടെ പ്രതിനിധികൾ കയറി വരിക. എത്ര എണ്ണം? 30 സെനറ്റ് അംഗങ്ങളിൽ 19 പേരും, 30-ൽ 16 പേരുണ്ടെന്ന് തന്നെ ഭൂരിപക്ഷമാവും. എന്തിനാണ് ഈ 19 ആളെ എടുത്തത്? 2-3 ആളുകൾ
ആ സെനറ്റ് യോഗത്തിന് വന്നില്ലെങ്കിൽ പോലും RSSന്റെ തീരുമാനം തിട്ടൂരവും നടപ്പിലാകണം, മഹാത്മാവിൻ്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പോലും എന്തെങ്കിലും ഉണ്ടിയോ കോൺഗ്രസും ലീഗും? ഒരു പ്രതികരണവും ഇല്ല. കുറേ കാലമായിട്ടുള്ളതാണ്. അതിപ്പോൾ ഞങ്ങൾക്കായിട്ട് മാറ്റാൻ പറ്റില്ല എന്നുള്ള മുടന്ത ന്യായമാണ് ഇവർ പറയുന്നത്. മാറ്റാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ കസേരയിൽ കയറിയിരിക്കുന്നത്? ഇടതുപക്ഷം ഭരിച്ചിരുന്ന സമയത്ത് ഇതേപോലെ കാവ്യവൽക്കരണത്തിന് ശ്രമിച്ചപ്പോൾ എന്തായിരുന്നു ആ സർക്കാരിൻ്റെ നിലപാട്? എന്തായിരുന്നു ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും ഇടതുപക്ഷത്തിൻ്റെയും നിലപാട് എന്നുള്ളത് കേരളം കണ്ടതാണ്. അവിടെയാണ് മൗനാനുവാദം കൊടുത്ത് ഈ തോന്നിയാസങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത്. വൈസ് ചാൻസലറുടെ താൽക്കാലിക കസേരയിൽ കയറിയിരിക്കുന്നത് തികഞ്ഞ RSSകാരൻ. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നോക്കിയാൽ അറിയാം. ഈ രീതിയിൽ അടി മുതൽ മുടി വരെ RSSന്റെ തിട്ടൂരത്തിന് വഴങ്ങുന്ന ദയനീയ കാഴ്ച കാണുകയാണ്. മൗനം മാത്രമാണ് മുസ്ലിം ലീഗിനും കോൺഗ്രസിലെ ഈ പറഞ്ഞ ത്രിവർണ്ണ പൊട്ടന്മാർക്കുമുള്ളത്. അവരോടായിട്ട് പറയാണ്, നല്ല കച്ചവടം ഉറപ്പിച്ചിട്ടാണ് VD സതീശൻ ഈ കസേരയിൽ കയറിയിരിക്കുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളിരിക്കുന്ന മണ്ണ് പോലും, നമ്മുടെ കാലിൻ്റെ ചുവട്ടിൽ നിന്ന് നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും ചോർത്തിക്കൊണ്ടുപോകും ഇയാൾ. അതിനുവേണ്ടിയുള്ള കച്ചവടം ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം ആ കസേരയിൽ കയറിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ അബദ്ധത്തിലേക്ക്